ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിൽ മോട്ടിവേഷണൽ പ്രസംഗത്തിന് വേണ്ടിയിട്ട് ഹയർ സെക്കൻഡറി വരെയുള്ള ഒരു സ്കൂളിൽ പോയിരുന്നു. അങ്ങനെ സ്കൂളിൽ പോയിരുന്നപ്പം ഞാൻ ഓർക്കുക, ശരിക്കും വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള നല്ല മിടുക്കരായ കുട്ടികളുണ്ട്. ഞാൻ എല്ലാ കുട്ടികളോടുമായി പറഞ്ഞു, ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കും. കുമാരനാശാനെ പറ്റി, അതായത് മഹാകവി കാളിദാസൻ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏറ്റവും മനോഹരമായ കവിതകൾ വായിച്ചിട്ടുള്ളത് കുമാരനാശാൻ്റെ കവിതകളാണ്. ആ കുമാരനാശാനോട് എനിക്ക് അത്രയധികം ആദരവുണ്ട്. കുമാരനാശാൻ്റെ കവിതകൾ ആരെങ്കിലും, കുമാരനാശാൻ്റെ സെൻറ്റനറി ഇയർ ആണല്ലോ ഇപ്പോൾ, അപ്പോൾ ആരെങ്കിലും പാടാമോ എന്ന് ചോദിച്ചു. ഒരു പെൺകുട്ടി അതിമനോഹരമായിട്ട് ആ കവിത പാടി. ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല. അപ്പോൾ അവരെ അണിയിച്ച ഷാള്, ആ സ്കൂളുകാരെ എന്നെ അണിയിച്ച ഷാള് ഞാൻ ആ കുട്ടിയെ എടുത്ത് അണിയിച്ചു കൊടുത്തു. നല്ല പാട്ടുകാരിയായിട്ട് വരണം എന്നും പറഞ്ഞ്. ഒരുപക്ഷെ അവൾ പിൽക്കാലത്ത് ഒരു പിന്നണി ഗായികയൊക്കെയായി വരാൻ നല്ല തരത്തിൽ പാടുന്ന കുട്ടിയാണത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കൂളുകളിലും അതിനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ മോട്ടിവേഷണൽ സ്പീച്ച് നടത്താൻ വേണ്ടി എന്നെ വിളിച്ചത് തന്നെ ഒരു അത്ഭുതമായിരുന്നു. അങ്ങനെ മോട്ടിവേഷണൽ സ്പീച്ച് നടത്തി. അപ്പോഴാണ് എനിക്കിങ്ങനെ തോന്നിയത്, നല്ല മിടുക്കരായ കുട്ടികളുണ്ട്, പക്ഷെ അവർക്ക് ആ ടാലൻസ് ഒക്കെ പുറത്തെടുക്കാനുള്ള സാധ്യതകൾ ഇവിടെ അത്ര ഇല്ല. അങ്ങനെ പറഞ്ഞപ്പോൾ ഈ ഒരു കുട്ടി, എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ്സിലാണോ എന്ന് ഞാൻ ചോദിച്ചില്ല, ഒരു മുതിർന്ന ക്ലാസ്സിലെ കുട്ടിയാണ്. എന്തായാലും 5 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികളല്ല, അവിടെ അതിനും നല്ല മിടുക്കര് കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെ, അതായത് നമ്മുടെ ഇവിടുത്തെ കുട്ടികളെ നോക്കുക, അവർക്ക് ഈ സൗകര്യങ്ങളൊന്നും തന്നെ കൊടുക്കുന്നില്ല. ഇപ്പം നമുക്ക് ഈ റീഡത്തോൺ, ഇത്തരം ഒരു സ്കീം, അല്ലെങ്കിൽ ഒഡീസി, അല്ലെങ്കിൽ ഗാമിഫിക്കേഷൻ, ഇതൊക്കെ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ എത്ര കാലം നമ്മൾ ഇനിയും കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒന്നും കൊടുക്കാതെ, അതിന് ടീച്ചേഴ്സിന് ഒരുപാട് ട്രെയിനിങ് കൊടുക്കേണ്ടിയിരിക്കുന്നു. ടീച്ചേഴ്സ് ആ വഴിയിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞങ്ങൾ പണ്ട് പഠിച്ച പാഠങ്ങളും പണ്ട് പഠിപ്പിച്ച രീതികളും അല്ലാതെ ഒന്നും കൈക്കൊള്ളുകയില്ല, ഒന്നും സ്വീകരിക്കുകയില്ല എന്ന ആ രീതി മാറ്റി വലിയ റവല്യൂഷണറി, വിപ്ലവാത്മകമായ ചേഞ്ചസ് അണ്ടർഗോ ചെയ്യാനായിട്ട് ടീച്ചേഴ്സ് റെഡിയാകണം. അതിനുള്ള ട്രെയിനിങ് അവർക്ക് കൊടുക്കണം. അതിന് സർക്കാർ വേണ്ട സൗകര്യങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഈ കുഞ്ഞു ക്ലാസ്സിൽ നിന്ന് തന്നെ ഇതുപോലെയുള്ള ട്രെയിനിങ് കൊടുക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും അവരേത് വഴി വേണമെങ്കിലും തിരഞ്ഞെടുക്കട്ടെ, ശരിയായ വഴി തന്നെ തിരഞ്ഞെടുക്കും. നമ്മൾ പേടിക്കുന്നത് പോലെ ഒരു കാരണവശാലും ഈ വലിയ കള്ളത്തരത്തിൽ അപകടത്തിൽപ്പെടുത്തുന്ന ഗെയിംസിലേക്കോ അതും അല്ലെങ്കിൽ എന്താണ് പറയുക, മയക്കുമരുന്നിലേക്കോ ഒന്നും വഴുതി പോവുകയില്ല. നേരായ മാർഗം കാണിച്ചു കൊടുക്കുകയും നല്ല രീതിയിൽ സ്വഭാവ രൂപവൽക്കരണവും നടത്തിക്കഴിഞ്ഞാൽ, 5 വയസ്സ് വരെയാണ് സ്വഭാവ രൂപീകരണത്തിന് നല്ലത്. പിന്നെ 5ാം ക്ലാസ്, ലോവർ പ്രൈമറി സ്കൂള്, ആ സമയം അതിന് വളരെ ചേരുന്ന സമയമാണ്. 10ാം ക്ലാസ് വരെയും നല്ലതാണ്, 12ാം ക്ലാസ് വരെയും നല്ലതാണ്. അത്രയൊക്കെ ആകുമ്പോഴത്തേന് കുട്ടികളുടെ സ്വഭാവ രൂപവൽക്കരണം ഏകദേശം പൂർണ്ണമാകും. പിന്നെ നമ്മൾ അവരെ ഏത് സ്ഥലത്തേക്ക് അയച്ചാലും അവരിൽ വലിയ മാറ്റമൊന്നും വരുത്താൻ സ്വാധീന ശക്തികൾക്കൊന്നിനും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നമ്മൾ ഓർത്തിരിക്കുക, വിദ്യാധനം സർവധനാൽ പ്രധാനം. വിദ്യയെപ്പറ്റി ബൈബിളിൽ പറയുന്ന ഒരു വാചകമുണ്ട്, വിദ്യ വലത് കൈയിൽ പ്രശസ്തിയും ഇടത് കൈയിൽ ധനവും കൊണ്ടുവരും എന്ന് ബൈബിളിൽ പറയുന്നു. അപ്പോൾ ഇതുപോലെയാണ് നാം നമ്മുടെ കുട്ടികളെ നോക്കേണ്ടത്. വിദ്യ അഭ്യസിപ്പിക്കണം. മറ്റേത് ധനവും മോഷ്ടിച്ചു കൊണ്ടുപോകാം, പക്ഷേ വിദ്യ മോഷ്ടിച്ചു കൊണ്ടുപോകാൻ പറ്റാത്ത ധനമാണ്. ആ ധനം സ്വായത്തമാക്കാനായിട്ട് ആവതും നാം അവരെ സഹായിക്കുക. നമ്മൾ തന്നെ നല്ലവണ്ണം വായിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്നത് കണ്ട് അവർക്കും അത് തോന്നണം. ഇപ്പോൾ റീഡത്തോണുള്ള ഫെസിലിറ്റി ഇവിടെ ഉണ്ടാകുകയില്ല, പക്ഷെ ഏത് മാതാപിതാക്കൾക്ക് ഒരു ന്യൂസ് പേപ്പർ വീട്ടിൽ വാങ്ങിക്കാം. ആ ന്യൂസ് പേപ്പർ വായിക്കണം എന്ന് കുട്ടികളെ നിഷ്കർഷിക്കാം. ഒരു പേജ് ഒരു കുട്ടിയാണ് വായിക്കുന്നത് എങ്കിൽ അടുത്ത പേജ് അടുത്ത കുട്ടിയെ കൊണ്ട് വായിപ്പിക്കണം. അതുപോലെ ന്യൂസ് പേപ്പറിലെ പ്രധാനപ്പെട്ട ഐറ്റംസ് ഓഫ് ന്യൂസ് എന്ന് പറഞ്ഞ കൊലപാതകവും റേപ്പും ഒന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട, ഈ രാജ്യത്തെ സംബന്ധിച്ച, ഈ ലോകത്തെ സംബന്ധിച്ച, ഈ സംസ്ഥാനത്തെ സംബന്ധിച്ച, ഈ പ്രദേശത്തെ സംബന്ധിച്ച പ്രധാനപ്പെട്ട ന്യൂസ് എന്താണ് ആ പത്രത്തിലുള്ളത്, അത് എഴുതിയെടുക്കാൻ പറയണം. അത് എഴുതിയെടുത്ത് വീട്ടിലെ അച്ഛനും അമ്മയും എല്ലാവരും കൂടി ഇരുന്ന് ആഹാരം കഴിക്കുന്ന വേളയിൽ അത് അവതരിപ്പിക്കാൻ പറയണം. അങ്ങനെ അവരുടെ പ്രസംഗശേഷി വളർന്നു വരും. എന്തൊക്കെ പ്രയോജനങ്ങൾ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ചെയ്യാമെന്നറിയാമോ? അതുപോലെ നമ്മുടെ കുട്ടികളുടെ സ്വഭാവം പഠിക്കാൻ വേറൊരു മാർഗവും കൂടി ഞാൻ പറഞ്ഞാൽ, ഇതൊക്കെ ഞങ്ങളൊക്കെ കുറേയൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള മാർഗ്ഗമാണ്. നമ്മുടെ കുട്ടികളുടെ ഫ്രണ്ട്സിനെ, അതായത് 10, 12 ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ ഒക്കെ അവരുടെ ഫ്രണ്ട്സിനെ വീട്ടിൽ വരാൻ അനുമതി. ഏത് ക്ലാസ്സിലാണെങ്കിലും, പ്രത്യേകിച്ച് 10, 12 ഒക്കെ ആകുമ്പോഴത്തേനും അവരുടെ ആ സ്വഭാവ രൂപീകരണത്തിൻ്റെ ഒരു സമയമൊക്കെ ആയി അവരെ മറ്റേതെങ്കിലും ശക്തികൾ സ്വാധീനിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ നമുക്ക് അവരുടെ പുറകെ പോകാൻ പറ്റില്ല.
അപ്പോൾ അവരുടെ കുട്ടികൾ ഫ്രീ ആയിട്ട് നമ്മുടെ വീട്ടിൽ വന്നോട്ടെ, അവരുടെ ഫ്രണ്ട്സ് അങ്ങനെ വന്ന് അവർക്ക് നല്ല ആഹാരം ഉണ്ടാക്കി കൊടുക്കുക, അവരുമായിട്ട് നമ്മൾ കൂടിച്ചേരുക. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നടക്കുമ്പോൾ നമുക്കറിയാം ഇവരുടെ കമ്പനി എന്തൊക്കെയാണ്, ഇവരുടെ സംസാര രീതി എന്തൊക്കെയാണ്, എന്തെങ്കിലും ദുസ്വാധീനങ്ങൾ ഇവരെ സ്വാധീനിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും നമുക്ക് ഇൻ്റർഫിയർ ചെയ്യാനും പറ്റും. അപ്പം ഇതാണ് എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് എനിക്ക് ഇന്ന് പങ്കുവെക്കാനുള്ളത്. നമ്മുടെ പ്രൈമറി സ്കൂളുകളൊന്നും ആഗോള ഹബ്ബായി ഉയരത്തക്ക രീതിയിൽ വളർന്നിട്ടില്ല. പക്ഷേ നാം എല്ലാം മനസ്സ് വെച്ചാൽ നമുക്ക് പതുക്കെ പതുക്കെ അവയൊക്കെ വളർത്തിക്കൊണ്ടുവരാം. അവ വളർന്നു വരുന്നത് നമ്മുടെ മക്കളുടെ വളർച്ചയാണ് എന്ന് ഓർത്തുകൊണ്ട് തന്നെ.